ഹലോ ഫ്രണ്ട്സ്, ഞാനൊരു മതഭ്രാന്തിയാണ് എന്ന് പറയുന്നതിൽ കൂടുതൽ എനിക്കിഷ്ടം എനിക്ക് മനുഷ്യരായി തന്നെ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ഞാൻ പറയാൻ കാരണം മറ്റൊന്നല്ല, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ നബീസുമാനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. നബീസുമാനെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ കുറേ അധികം ആളുകൾ ചർച്ചയാക്കിപ്പെടുന്ന ഒരു വിഷയമാണ് നമ്മുടെ നബീസുമാൻ്റെ. അതായത് 19 വയസ്സുള്ള ഒരു നബീസുമ്മ കുളുമണാലിയിലൊക്കെ പോയിട്ട് മഞ്ഞിൽ കിടന്ന് അടിച്ച് പൊളിക്കുകയാണ്. അത് അവരുടെ ഒരു ജീവിതം, അവരുടെ മക്കൾ അവരെ കൊണ്ടുപോയി സന്തോഷിപ്പിക്കുകയാണ്. എന്നാൽ നമ്മുടെ മതത്തിൽപ്പെട്ട ഒരാൾക്ക് തന്നെ ഒരു ഉസ്താദ്, ഒരു പണ്ഡിതൻ പറയുകയാണ് ആ ഒരു ഉമ്മ നബീസുമ്മ ചെയ്തത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അതായത് ഈ ഒരു 19-55 വയസ്സിൽ നമ്മളൊരിക്കലും ഒരു സ്ത്രീ, പ്രത്യേകിച്ച് വിധവയായിട്ടുള്ള ഒരു സ്ത്രീ ഇങ്ങനെയൊന്നും മണാലിയിലൊന്നും പോയിട്ട് അടിച്ച് പൊളിക്കരുത്. മണാലിയെന്നല്ല, എവിടെയും പോയിട്ട് അടിച്ച് പൊളിക്കരുത്. അവരൊരു മുക്കിലിരുന്ന്, ആ ഒരു ഉസ്താദ് പറയുന്ന ഒരു കാര്യം അങ്ങനെ തന്നെയാണ് കേട്ടോ. അവരൊരു മുക്കിലിരുന്ന് ദിക്കറും സലാത്തും മാത്രം ചെല്ലേണ്ട ഒരാളാണ്. അവരൊരിക്കലും ഇങ്ങനെ അടിച്ച് പൊളിക്കരുത്. അപ്പോൾ അതിനെതിരെ ഒരു റിയാക്ഷൻ വീഡിയോ എന്ന നിലയിലാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചെയ്ത ഒരു വീഡിയോയിൽ 1-2 കമൻസ് ഉണ്ട്. അതായത്, നീ ഉസ്താദിനെ പഠിപ്പിക്കാൻ വരണ്ട, നിനക്ക് ഉസ്താദിനെ പഠിപ്പിക്കാനുള്ള എന്താ അവകാശമുള്ളത്? കാരണം നീ പറയുന്നതാണ് പൊട്ട തെറ്റ്, അതായത് ഞാൻ പറഞ്ഞതാണ് പൊട്ട തെറ്റ്. ആ ഒരു ഉമ്മാക്ക് ഈ ഭൂമിയിലുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. അതായത് നമുക്ക് ഈ ഭൂമിയിലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ആസ്വദിക്കാനുള്ള ഒരു അവകാശം ആ ഒരു ഉമ്മക്ക് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നതാണ് തെറ്റ്. ആ ഒരു ഉമ്മക്ക് ഈ ഭൂമിയിലുള്ള കാര്യങ്ങളൊന്നും അനുഭവിക്കാനുള്ള അവകാശങ്ങളില്ല. ആ ഒരു ഉസ്താദ് പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. അപ്പോൾ എത്ര ആളുകൾ ഇതിനോട് യോജിക്കുന്നുണ്ട് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഒരു വീഡിയോയിലൂടെ എനിക്ക് മനസ്സിലായി, ഒരുപാട് ആളുകൾ ഇപ്പോഴും മതഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അവർക്കല്ലാതെ ഒരിക്കലും ഈ ഒരു കാര്യം പറയാൻ പറ്റില്ല. നിങ്ങളൊന്നും ചിന്തിച്ച് നോക്കി. കമൻ്റ് ഇടുന്ന ആളുകൾ നമ്മുടെ വീട്ടിലും ഉമ്മയും എല്ലാവരും സഹോദരിമാരൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞ് നിർഭാഗ്യവശാൽ പെട്ടെന്ന് തന്നെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു നാശം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ആ ചെറുപ്രായം തൊട്ടിട്ട് അവരങ്ങനെ തന്നെ ഇരിക്കണം എന്നാണ് നിങ്ങളുടെ ഒരു നിലപാട്. അതായത് അവർ പിന്നീട് ദിക്റും സലാത്തും മാത്രം ചൊല്ലി പടച്ച റബ്ബിനെ സുജൂദ് ചെയ്തിട്ട് ഇരിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? അവർക്ക് ജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ഒരു സന്തോഷവും അനുഭവിക്കാനുള്ള ഒരു യോഗ്യത ഇല്ല എന്നാണ് സത്യം പറഞ്ഞാൽ ഈ കമൻ്റ് ഇടുന്നവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും. നിങ്ങൾ പറഞ്ഞതിൽ എവിടെയാണ് ന്യായമുള്ളത്? ഒരിക്കലും നമ്മളൊരു മതത്തെ കുറ്റം പറയുന്നില്ല. ഞാൻ ആ വീഡിയോയിൽ പ്രത്യേകിച്ച് എൻ്റെ മതത്തിൽ പെട്ട ഒരാളാണ് പറയുന്നത്. ഒരിക്കലും ആ ഒരു മതത്തെ ഞാൻ അവിടെ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ അതിലെടുത്ത് പറയുന്നുണ്ട്, ആ മതത്തിൽപ്പെട്ട ചില ആളുകൾക്ക് മാത്രമാണ് ഈ പ്രശ്നമുള്ളത്, എല്ലാവർക്കും ഈ ഒരു പ്രശ്നമുണ്ടെന്ന് പറയുന്നില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കില്ല. നിങ്ങൾ പറഞ്ഞതിൽ എവിടെയാണ് ഒരു മാന്യമായിട്ടുള്ള ഒരു വാക്കുള്ളത്? അവർക്ക് ആ ഒരു ഉമ്മക്ക് ജീവിതം ആസ്വദിക്കാനുള്ള അവകാശം ഇല്ല എന്ന് നിങ്ങൾ വരുത്തി തീർക്കുകയാണ്. നിങ്ങളുടെ ഉമ്മക്കും പെങ്ങന്മാർക്കും ഈ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അല്ല, ഇങ്ങനെയുള്ള ആളുകളുടെ മെൻ്റലായിട്ടുള്ളൊരു ചിന്താഗതി മനസ്സിലാവും. അവരൊരിക്കലും അവരുടെ വീട്ടുകാരെ ഇത്തരത്തിലുള്ള സന്തോഷിപ്പിക്കാനൊന്നും അനുവദിക്കാത്ത ആളുകളാവും. അവർ വീട്ടുകാരെന്തായാലും പഠിച്ചോ കാക്കട്ടെ. ഇങ്ങനത്തെ മക്കളുടെ ഇടയിലൊക്കെയാണല്ലോ അവർ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവർ വളരെ എത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവും ജീവിക്കുന്നത്. അവർക്ക് തുറന്നു പറയാൻ പറ്റുന്നുണ്ടാവില്ല ചിലപ്പോൾ. ഒരു പക്ഷേ അവരുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അവർക്ക് തുറന്നു പറയാൻ പറ്റായിട്ടായിരിക്കും. അവർക്കും പുറത്ത് പോകണമെന്നും 4 ആളുകളെ കാണണമെന്നും. അത് എവിടെയാണ് ഇതിലൊരു തെറ്റുള്ളത്? ആ നബീസുമാനെ ചിന്തിച്ച് നോക്കുക. അവർ മോശമായിട്ടൊരു വസ്ത്രം ധരിക്കുന്നില്ല, മതത്തെ പറ്റിയിട്ട് എവിടെയും മോശമായിട്ട് പറയുന്നില്ല. അവരുടെ സന്തോഷം, അവരുടെ ആ ഒരു സന്തോഷം അത് സോഷ്യൽ മീഡിയയിൽ അവരുടെ മക്കളെടുത്തിട്ടതാണ്. ആ ഉമ്മക്ക് സോഷ്യൽ മീഡിയ എന്താണ്, ഇൻസ്റ്റാഗ്രാം എന്താണ്, യൂട്യൂബ് എന്താണ് ഒന്നും അറിയില്ല. അവരുടെ മക്കളെ ആ ഒരു ഉമ്മയുടെ സന്തോഷം എടുത്ത് പോസ്റ്റ് ഇട്ടും. ഞാൻ പറയുന്നു, ആ ഒരു മക്കളെ ഞാനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കും. അവരാരാണ് എന്നാണ് ഏതെങ്കിലും ഒരു കാലത്ത് കാണാനായ ഇടയായാൽ തീർച്ചയായിട്ടും ഞാൻ അവർക്കൊരു ഷെയ്ക്കാൻഡ് കൊടുക്കും. കാരണം നമുക്ക് നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇത്രയും കാലം അവർ നമ്മളെ വളർത്തി വലുതാക്കിയിട്ട് നമുക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് സന്തോഷം മാത്രമാണ് അല്ലേ? ആ ഒരു കുട്ടികളെ ശരിക്കും ആ ഒരു ഉമ്മ മക്കൾക്ക് ജന്മം കൊടുത്തതിൽ തീർച്ചയായിട്ടും ആ ഉമ്മക്ക് അഭിമാനിക്കാമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുന്നുണ്ട്. അതിൽ ആരെന്തൊക്കെ പറഞ്ഞാലും തന്നെ നിങ്ങളത് പിന്തിരിയാതിരിക്കുക. കാരണം നിങ്ങളുടെ ഉമ്മയുടെ സന്തോഷമാണ് നിങ്ങൾക്ക് വലുത്. അവരിനി എത്ര കാലം നമ്മുടെ ഈ ഭൂമിയിൽ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. നാളെ ഒരു പക്ഷേ നമ്മുടെ ഉമ്മ നമ്മളെ വിട്ട് പോയിട്ട് ഈ ദുനിയാവിൽ നിന്ന് പോയതിന് ശേഷം എൻ്റെ ഉമ്മക്ക് എനിക്ക് അത് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലല്ലോ, ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് നമ്മൾ മനസ്സിൽ കരുതുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ആ ഉമ്മ ജീവിച്ചിരിക്കുന്ന ടൈമിൽ ആ ഉമ്മക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയെന്ന് നമ്മളപ്പം മനസ്സിൽ വിചാരിക്കുന്ന ഒരു സമൃദ്ധി ഉണ്ടല്ലോ. അതിനപ്പുറം ഈ പറയുന്ന ആളുകളുടെ വാക്കൊന്നും നമ്മൾ ചെവി കൊടുക്കാതിരിക്കുക. എനിക്ക് കൊല്ലട്ടെ, ഇത് ഒരു മതത്തിൻ്റെ വിഷയമാക്കിയിട്ട് മാറ്റാൻ പല ആളുകൾ നോക്കുന്നത് എനിക്ക് കമൻറ്റ് ബോക്സിൽ മനസ്സിലായി. അത് നിങ്ങളുടെ മാത്രം കാഴ്ചപ്പാടാണ്. ഒരുപാട് ആളുകൾ നല്ലതായിട്ടും പറയുന്നുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് സന്തോഷം. കാരണം എല്ലാവരും ഈ ഒരു ചിന്താഗതിയിലുള്ള ആളുകളൊന്നുമല്ല.
കുറച്ച് ആളുകളുടെ ചിന്താഗതി മാത്രമാണ് അങ്ങനെ. ഇതിൽ പിന്നെ ഒരു കമൻറ്റ് കണ്ടിട്ടാ, ദീനെ വിശ്വസിക്കുന്ന എല്ലാവരും ഉസ്താദിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അത് ദീനല്ല, ശരിക്കും ഒരു തരം മതത്തിൻ്റെ ഭ്രാന്താണ് അവർ കാട്ടിക്കൂട്ടുന്നത്. ദീൻ എല്ലാവർക്കും ഉണ്ട്. ഓരോരുത്തർക്കും ഈ ഭൂമിയിൽ ആരെങ്കിലുമൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരൊരു മതത്തിൽ വിശ്വസിച്ചിട്ടാണ് ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ അത് അവരുടെ മതത്തെ അവർ മുറുകെ പിടിക്കുന്നുണ്ട്. പക്ഷേ മറ്റ് എന്താ പറയുക, ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടിച്ചേൽപ്പിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആ മതത്തിനോട് നമുക്ക് വിശ്വാസമല്ല വരിക അല്ലേ. അപ്പം നമ്മൾ ചിന്തിച്ച് വെക്കുക. നിങ്ങൾ ഈ പറയുന്ന ആളുകളുണ്ടല്ലോ, ഇങ്ങനെ കമൻ്റ് ഇടുന്ന ആളുകൾ, നബിസുമ ചെയ്തതാണ് തെറ്റ് എന്ന് പറയുന്ന ആളുകൾ, അവരുടെ ഒരു മാനസികാവസ്ഥ എനിക്ക് ഒട്ടും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അത് ഒറ്റ കാര്യമുള്ളൂ, മതഭ്രാന്ത് ഉണ്ട് അവരുടെ ഉള്ളിൽ എന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണ്. ഇവർ തന്നെയൊക്കെ ആയിരിക്കും ഭാവിയിൽ നമുക്ക് മതത്തിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരിക. ഉറപ്പിച്ചോളൂ, ഇത്തരത്തിൽ കമൻ്റ് ഇടുന്ന ആളുകളായിരിക്കും നാളെ മതത്തിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യം കൊടി പിടിച്ചിട്ട് നിൽക്കാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള ബാഡായിട്ടുള്ള മതത്തെ മാത്രം മുൻനിർത്തിയിട്ട് കമൻ്റ് ഇടുന്ന ആളുകളാണ്. ഒരുപാട് മുസ്ലിംസായിട്ടും ഹിന്ദുക്കളായിട്ടും ക്രിസ്ത്യൻസായിട്ടും ഒരുപാട് ആളുകൾ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നബീസുമ്മ അവിടെ അവരെ സന്തോഷമാണ് അവർ കണ്ടെത്തിയത്, അല്ലാതെ അവരവിടെ ആരെയും താഴ്ത്തി കെട്ടുന്നില്ല. നിങ്ങളൊരു കാര്യം ചിന്തിച്ച് നോക്കുക, നമ്മൾ മറ്റൊരാളെ വേദനിപ്പിക്കാത്ത ഏതൊരു സന്തോഷം വലുതാണ്. അവിടെ നബിസുമ്മ ഒരാളെയും വേദനിപ്പിക്കുന്നില്ല, ഒരാളെയും കുറ്റം പറയുന്നില്ല. അവരവരുടെ സന്തോഷമായിട്ട് മുന്നോട്ട് പോവാണ്. ഇതിൽ നിങ്ങൾക്ക് പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കാഴ്ചപ്പാടാണ് കേട്ടോ. ഇതിലെന്തൊക്കെ ബാഡ് കമൻറ്റ്സ് വരുന്ന അറിയില്ല. പക്ഷെ എന്തായാലും മതത്തിൻ്റെ പേരാക്കിയിട്ട് ഇതൊരു മതപ്രശ്നമാക്കി മാറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കാഴ്ചപ്പാടാണ്. ഇനിയിപ്പോൾ നബിസുമ്മ നമ്മുടെ മതത്തിലല്ല, ഏതൊരു മതത്തിലായാലും ഞാൻ ഈ ഒരു വീഡിയോക്ക് ഇങ്ങനെ തന്നെ റിയാക്ട് ചെയ്യുള്ളൂ, നബിസുമ്മയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് മാത്രം. കാരണം എനിക്കൊരു ഉമ്മയുണ്ട്, ആ ഉമ്മയുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ആൾക്കൊന്ന് പുറത്ത് പോകണം, ഞങ്ങളുടെ കൂടെ ഒക്കെ ഇരുന്ന് ഫുഡ് കഴിക്കണം എന്നൊക്കെയുള്ള ഒരുപാട് നല്ല ആഗ്രഹങ്ങളുള്ള ഒരു ഉമ്മ എനിക്കുണ്ട്. ഉമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. പുറത്ത് പോകണം, ഞങ്ങളുടെ കൂടെ സന്തോഷമായിട്ട് ഇരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ഉമ്മയാണ്. അപ്പോൾ ഒരിക്കലും നബീസുമാനെ ഞാൻ ഒരിക്കലും തെറ്റ് പറയില്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങളുടെ മക്കൾ നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ ജീവിതം ആസ്വദിക്കുമ്പോൾ മറ്റുള്ളവർ പറയുന്നൊന്നും കാര്യമാക്കണ്ട. അവർ ഈ 1-2 കമൻ്റ് ഇട്ടിട്ട് അവരവരെ പാട്ടിൽ പോകും. നമ്മുടെ ജീവിതം ജീവിച്ച് തീർക്കേണ്ടത് നമ്മൾ തന്നെയാണ്.